കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. മാന്യ വിശ്വാസികൾക്കും ജ്യോതിഷ വിശ്വാസികൾക്കും ഈ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ മറ്റൊരു വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ വന്നിരിക്കുന്ന കമൻറ്റുകളിൽ മറ്റൊരു കമൻറ്റാണ്, ഏത് നക്ഷത്രങ്ങൾ തമ്മിൽ. അപ്പോൾ ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ജീവിച്ചു, അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോയിട്ടൊന്നും ഒരു സുഖമോ സന്തോഷമോ ഒന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ ആ നക്ഷത്രങ്ങൾ ഏതാണ്, എങ്ങനെയാണ് ആ നക്ഷത്രങ്ങൾ വരുന്നത് എന്നൊക്കെ എൻ്റെ അടുക്കൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് നമ്മൾ വേദം എന്ന് പറയും. വേദം രജ്ജു നക്ഷത്രം, മധ്യമരജ്ജു നക്ഷത്രം വെച്ചാൽ മകയിരം ചിത്ര ഔട്ട നക്ഷത്രക്കാർ, മധ്യമരജ്ജു ദോഷമുള്ള നക്ഷത്രക്കാരാണ്. അവർ പൊരുത്തപ്പെട്ട് പോയി കഴിഞ്ഞാൽ 2.5-3 വർഷം കഴിയുമ്പോൾ തൊട്ടേ അടിയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവർ അറിഞ്ഞ് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. എത്രയോ മധ്യമരജ്ജു ദോഷമുള്ളവർ ജീവിക്കുന്നുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ എല്ലാ മധ്യമരജ്ജു ദോഷക്കാർക്കും അതുണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. അത് ഗ്രഹനില വെച്ച് നോക്കുക. അതുപോലെ വേദമുള്ള നക്ഷത്രങ്ങളുണ്ട്. വേദിക്കുക എന്നാണ് പറയുന്നത്. കണ്ണെടുത്താൽ കണ്ടുകൂടാത്തൊരവസ്ഥ. ചിലപ്പോൾ ഉള്ളിൽ ചിലപ്പോൾ സ്നേഹം കാണും. കാര്യം അങ്ങനെയുള്ള നക്ഷത്രമാണ് പിന്നെ നമ്മുടെ അശ്വതിയും കേട്ടയും, അതുപോലെ ഭരണിയും അനിഴവും, തിരുവോണവും തിരുവാതിരയും, അതുപോലെ പൂയവും പൂരാടവും, പുണർദവും ഉത്രാടവും, ഇങ്ങനെയൊക്കെയുള്ള ഉത്രട്ടാതിയും അത്തവും മകയിരം ചിത്രം അവിട്ട ഈ നക്ഷത്രക്കാർ അത്തവും ചതയവും കൂടി ഒരിക്കലും ചേരാത്ത നക്ഷത്രമാണ്. വേദമൊന്നുമില്ല, ഒരു രീതിയിലും ചേരാത്ത നക്ഷത്രമാണ്. ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടുള്ളതാണ് അത്തവും ചതവുമായിട്ടുള്ളത്. ഒരുപാട് 99% അതുപോലെ തന്നെയാണ് ഈ ഭരണി നക്ഷത്രം. ഭരണി അനിഴമായിട്ട് എങ്ങനെ കൂടിയെന്ന് പറഞ്ഞാലും കൂട്ടാൻ പറ്റത്തില്ലാത്തൊരവസ്ഥാന്തരത്തിലുള്ള, ഒന്നുകിൽ ഭർത്താവിനെക്കുറിച്ച് പരദൂഷണം തന്നെ പറഞ്ഞ് നടന്നിട്ട് പുള്ളിക്കാരിയെ മാത്രം കിളത്തി സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും. ഒരു സ്ത്രീ ആണെങ്കിൽ ഭരണിയും അനിഴവും കൂടാണ് ചേരുന്നതെങ്കിൽ ഭർത്താവിനെ അതേ രീതിയിൽ താത്തു കിട്ടും. കുറേയൊക്കെ മാന്യത അന്തസ്സും ഉള്ള ഒരു ഭർത്താവിനെ ബഹുമാനത്തോടെ മറ്റൊരാളെടുക്കൽ പ്രസൻറ്റ് ചെയ്യത്തുള്ളൂ. എന്തൊക്കെ വിഷയങ്ങൾ വന്നെന്ന് പറഞ്ഞാലും കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ. പക്ഷേ ഇവരങ്ങനെയല്ല. ഭർത്താവിനെ ഏത് രീതിയിൽ താത്തിക്കിട്ടിട്ട് അവരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിപ്പിക്കുക. ഏതെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ മതി, ഒരു മദ്യപാന ശീലമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി, അതിങ്ങനെ പറഞ്ഞ് പുള്ളിക്കാരി അതിൽ തന്നെ പിടിച്ചിട്ട് ആ ബന്ധം തന്നെ വേറെ പിടിപ്പിക്കാനുള്ള അവസ്ഥാന്തരം ഉണ്ടാക്കുക. അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും ഇഷ്ടപ്രേമമൊക്കെ കയറി വരികയും ചെയ്യും. ആ കൂടെ ജീവിതമേ പോവും. എന്നിട്ട് ഏതെങ്കിലും ഒരു ജോത്സ്യൻ എടുക്കുന്നുണ്ട് പറയും, ഞാൻ ഇതുവരെ ജീവിച്ചിട്ട് എൻ്റെ കൂടെ ഒരു പുരുഷൻ നിന്നിട്ടില്ല. അല്ലെ, സ്വന്തമായിട്ടൂടെ ചിന്തിക്കണ്ടേ? ഒരു പുരുഷൻ കൂടെ നിൽക്കണമെങ്കിൽ ഒരു സ്ത്രീ കുറേയൊക്കെ ചിന്തിക്കണം. സ്ത്രീ അമ്മയാകണം, കാമുകിയാകണം, ദേശീയാകണം, വെപ്പാട്ടിയാകണം, സഹോദരിയാകണം, വല്യമ്മച്ചിയാകണം, മുത്തശ്ശിയാകണം. അതാണ് സ്ത്രീ. എല്ലാമായിരിക്കണം. ഒരു ഭർത്താവിന് വെച്ചോളം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേർക്കും ഒരേ സ്ഥാനമുള്ളൂ കേട്ടോ. എങ്കിലും സ്ത്രീക്കൊരു കുലീനത്വം. അതുപോലെ തന്നെ നമ്മൾ കണ്ടു നോക്കും പുരാണങ്ങളിൽ സീത മോശക്കാരിയാണോ? ശ്രീരാമൻ്റെ ഭാര്യയായ സീതാദേവി അകമഴിഞ്ഞ ഭക്തിയുള്ള സ്ത്രീ, ഏറ്റവും കൂടുതൽ ആകർഷണ ശക്തിയുള്ള സ്ത്രീ, വശ്യതയുള്ള സ്ത്രീ, സൗന്ദര്യമുള്ള സ്ത്രീ. ആ സ്ത്രീയെ മോഹിച്ചാണ് മാനിയുടെ വേഷത്തിൽ മാരീചൻ്റെ രീതിയിൽ രാവണൻ എന്താ മോശ? നല്ല ഒന്നാന്തരം കഥാപാത്രമാണ് രാമായണത്തിൽ, ഇല്ലേ? നല്ല ഒന്നാന്തരം കഥാപാത്രവും. അത് അജാനുബാഹുവും അത്ര ശൗര്യവും 10 തലയുള്ള 10 തലയെന്ന് പറഞ്ഞൊരു സങ്കല്പമാണ്. 10 അത്രയ്ക്ക് ബുദ്ധിയുള്ള ആളാണ്. ഇത്രേ പോന്ന ഒരു പെണ്ണിനെ, അല്ലെ സീത എന്ന് പറയുന്ന ദേവിയെ അദ്ദേഹം മോഷ്ടിച്ചുകൊണ്ട് പോയി. ശരിയാ, ഒരു കാരണവശാലും ശാരീരികവും മാനസികവുമായിട്ടോ അവർക്ക് ബന്ധം ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ട്? അപ്പോൾ ഭഗവാൻ ശ്രീരാമൻ മഹാവിഷ്ണു എന്തൊക്കെയോ പ്രയോഗങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. ഇല്ലെങ്കിൽ പിന്നെ അത്രയും കരുത്തും പ്രൗഢിയും ഉപാസനാശക്തി ബലമുള്ളതും വെച്ചാൽ പറയാ പുഷ്പക വിമാനം പോലും ദേവന്മാരിൽ നിന്നും വാങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ അത് കിട്ടണമെങ്കിൽ ദേവനേക്കാൾ എന്തും മാത്രം കഴിവും ഉപാസനാശക്തി ബലവും പിന്നെ ഉറച്ച മനസ്സും ഉണ്ടായിട്ടായിരിക്കും. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു സ്ത്രീയെ കീഴ്പ്പെടുത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്നാലോചിച്ചു. അപ്പോൾ അതാണ് ബലവാനെന്നുള്ളതിൻ്റെ അല്ല ഇവിടെ പോവർ. മൈൻഡ്, ബുദ്ധി, സാമർഥ്യം. ആ ബുദ്ധി സാമർഥ്യത്തിൽ സീതാദേവി ഒരാളെ മാത്രം അന്വേഷിച്ചാണ് ഇരുന്നത്, ശ്രീരാമനെ മാത്രം. പക്ഷേ എന്നിട്ട് ഒരു വൈധവ്യ ദുഃഖം അനുഭവിച്ചില്ലേ? സീതയാണ് ദേവിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്ന് പറഞ്ഞ പോലുള്ള നക്ഷത്രക്കാരുണ്ടെങ്കിൽ എത്ര നമ്മൾ സ്നേഹമാണെന്ന് പറഞ്ഞാൽ അല്ലെന്ന് പറഞ്ഞാലും ചെറിയ അതിനൊക്കെ പരിഹാരങ്ങളുണ്ട്.
രാവണൻ സീതയുടെ അടുക്കാതിരുന്നതിന് പരിഹാരം ഉണ്ടായിരുന്നു. അത് ആ യോഗമാണ്. അത്രയും വനവാസം കഴിഞ്ഞിട്ട് ശ്രീരാമചന്ദ്രൻ അവിടെ ചെന്ന് സീതയെ കട്ടുകൊണ്ട് പോയ ആളിൻ്റെ നിന്ന് തിരിച്ചു മേടിച്ചു വരണം. അതൊരു യോഗമാണ്. കാനനത്തിൽ വസിക്കണം, കാട്ടിൽ വസിക്കണം. അതാണ് ഇന്ന് നമ്മളൊക്കെ പറയുന്ന കാരാഗ്രഹബന്ധനം, ജയിൽ പിടിച്ചിടും എന്തെങ്കിലും കുറ്റം കണ്ടു കഴിഞ്ഞാൽ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതിനെല്ലാം പരിഹാരമുണ്ട്. ഈ ഉള്ള നക്ഷത്രങ്ങളൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുഴപ്പമുണ്ടെന്നാണ് പറഞ്ഞത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിനീതമായ നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.